നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 41. മിസ്റ്റർ രമേശ് ആൻഡ് സുരേഷ്. സോ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ രണ്ടുപേരുടെ ഇൻകം ഫ്രം സാലറി വേറെ തന്നെ കാണണം കേട്ടോ. അല്ലാണ്ട് രണ്ടുപേരെ തന്നുകൊണ്ട് എന്തെങ്കിലും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബേസിക് പേ C2 പെർ മന്ത് ആണ് 12. DA അറിയാം. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. സോ ഇയർലി കൺവേർട്ട് ചെയ്യണം. യൂണിഫോം അലവൻസ് സ്പെൻഡ് ചെയ്തത് വരെ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ? യൂണിഫോം അലവൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്പെൻഡ് ഫോർ ദ പർപ്പസ് ഇസ് നോട്ട് ടാക്സബിൾ. സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ അല്ല. ഇവിടെ ഒന്നും പറയുന്നില്ല. റൈറ്റ്. സോ ഇറ്റ് ഈസ് ഇവിടെ നമ്മൾ നില്ലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സംഷൻ യൂണിഫോം അലവൻസ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്, ഫുള്ളി ഇതിന് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അസംഷനിലാണ് ഇവിടെ നില്ലാക്കിയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്ത് അത്രയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യും. ഇവിടെ ഒന്നും പറയുന്നില്ല. സോ ഹിയർ ദേ ആർ അസ്യൂമിങ് ദാറ്റ് ഇത് ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള അസംഷനിലാണ് ഇവിടെ നില്ലാക്കിയിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ട്രാവലിംഗ് അലവൻസ് അല്ലായിരുന്നോ സെയിം ഇതേപോലെ നമ്മൾ ചെയ്തത്? ലെറ്റ് മീ ചെക്ക്. സി ട്രാവലിംഗ് അലവൻസും ഇതേപോലെ തന്നിട്ടുണ്ടായി. അതും അങ്ങനെ തന്നെയാണ്. സ്പെൻഡ് ചെയ്യല്ലേ ഒഫീഷ്യൽ പർപ്പസിന് എന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. ബട്ട് ഇവിടെ നമ്മൾ നില്ലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സാലറിൻ്റെ ഇൻക്ലൂഡഡ് ആണ്. എനിവേ, സോ ആ ഒരു അസംഷനിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി യൂണിഫോം അലവൻസ് സ്പെൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അത്രയും മൈനസ് ചെയ്തിട്ട് ബാക്കി ടാക്സബിൾ ആയിരിക്കും. അടുത്തത് ഫെസ്റ്റിവൽ അലവൻസ് ആണ്. ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ് ഫെസ്റ്റിവൽ അലവൻസ്. പെർ ആനം എന്നാണ്. സോ മന്ത് എന്ന് വിചാരിച്ചിട്ട് ഇൻറ്റു ചെയ്യരുത്. അടുത്തത് ലീവ് സാലറി റിസീവ്ഡ് ആണ്. സോ ഇവിടെ നമ്മൾ ലീവ് എൻകാഷ്മെൻറ്റിന് ഓർമ്മ വരും. ബട്ട് ഇവിടെ വേറെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഒന്നുമില്ല, തന്നിട്ടില്ല. നമുക്ക് ലീവ് സാലറി എൻകാഷ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി അല്ലെങ്കിൽ ഈസ് നോട്ട് എ ഗവൺമെൻറ് എംപ്ലോയി റൈറ്റ്, അല്ലെങ്കിൽ അതർ എംപ്ലോയി ആണെങ്കിൽ ലീസ്റ്റ് എക്സംപ്റ്റഡ് എന്നാണ് പഠിച്ചത്. ലീവ് കൺസെഷൻ, ലീവ് സാലറി എൻകാഷ്മെൻറ്റ്. അപ്പോൾ അതിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഇവിടെ തന്നിട്ടുണ്ട്. ലീവ് സാലറി എൻകാഷ്ഡ് തന്നിട്ടുണ്ട്. ബട്ട് 10 ഇൻറ്റു ആവറേജ് സാലറി വേണമെങ്കിൽ നമുക്ക് കാണാം. ബട്ട് ഇവിടെ ഈ ഒരു ഇതിൽ ആവറേജ് സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് മൈനസ് ലീവ് ആക്ച്വലി അവൈൽഡ് ഉണ്ട്. ഇതൊന്നും ഈ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. സോ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആയിരിക്കും ഇവിടെ ടാക്സിബിൾ. ഓക്കെ, സോ അങ്ങനെ വേണം എടുക്കാൻ. ഇവിടെ അപ്പോൾ 25,000 ടാക്സിബിൾ ആയിരിക്കും. കണ്ടല്ലോ, 25,000 ടാക്സിബിൾ. ഡീറ്റെയിൽസ് വേറെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യണമായിരുന്നു. ബട്ട് ഇവിടെ വേറെ ഒന്നും തന്നില്ല. അഡ്വാൻസ് സാലറി റിസീവ്ഡ് ടാക്സബിൾ ആണ്. സോ ഇവിടെ ഇവിടെ 10,000. സോ 10,000 സാലറി. എരിയർ അഡ്വാൻസ് ഒക്കെ ടാക്സബിൾ ആണ്. സി എരിയർ ഓഫ് സാലറി 80,000. സി 80,000 ടാക്സബിൾ. ഇയാൾക്കേ ഉള്ളൂ, ഇയാൾക്കില്ല. പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് 25,000, 2,500, 1,500. സോ ഇതിന് എവിടെ സി ഡിഡക്ഷനിൽ അവരതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവുക. അടുത്തത് ഇത് രണ്ട് ഡിഡക്ഷനും കൂടെ ഒരുമിച്ച് കാണിച്ചതാണ്. Then company has a building with 2 equal residential portions which are given to Mr. Ramesh and Suresh for the monthly rent of 1,000 each. Earlier the building was let out at the rate of rupees 5,000 per month. ഇവിടെ ഇത് സംഭവം റെന്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലേ. അതായത് ഒരു റെസിഡൻഷ്യൽ 2 ഈക്വൽ റെസിഡൻഷ്യൽ പോർഷൻസ് ഒരു ബിൽഡിങ്ങിൽ വിത്ത് 2 ഈക്വൽ, രണ്ടുപേർക്കും ഒരേപോലെയുള്ള ഈക്വൽ റെസിഡൻഷ്യൽ പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ മന്ത്ലി റെന്റ് ഓഫ് rupees 1,000 ഈച്ച്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്ന പൈസയാണ് ഈ 1,000. സോ ഇവർക്കൊരു റെന്റ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കൺസെഷണൽ റെന്റിന് ഒരു വീട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വേണം. സോ ദാറ്റ് ഈസ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ആരുടെ ബിൽഡിംഗ് ആണ് എന്ന് ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. ബട്ട് റെന്റ് കൊടുക്കുന്ന എത്രയാന്ന് പറയുന്നുണ്ടോ? ഇല്ല, അതും പറയുന്നില്ല. പറയുന്നുണ്ടോ ബിൽഡിങ്ങിന് എത്രയാ, എംപ്ലോയർ റെന്റ് ഇത്ര കൊടുത്തിട്ടാണ് ബിൽഡിംഗ് എടുത്തത് എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിന് നമ്മൾ അസംഷൻ ചെയ്യും ഇത് നമ്മുടെ എംപ്ലോയറുടെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സ്വന്തം വീടായിരിക്കാം. അതാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓൺ ഹൗസ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെക്ക് ചെയ്യണം? നമ്മുടെ പോപ്പുലേഷൻ്റെ ലിമിറ്റ് ചെക്ക് ചെയ്യണം. ഇത് സ്ഥലം എവിടെയാണോ പറയുന്നത്? ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ഇവിടെ സിറ്റി എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഉണ്ട് കേട്ടോ. പോപ്പുലേഷൻ മോർ ദാൻ 25 lakhs. സോ 15% ഓഫ് ദ സാലറി എടുക്കണം. RFA ആണ്. സോ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം രമേശിൻ്റെ കേസിൽ സാലറിയിൽ എന്തൊക്കെ പെടും ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് RFA. ഇത് പെടൂല.
സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് പെടും, യൂണിഫോം അലവൻസ് പെടുമായിരുന്നു, ബട്ട് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എടുക്കണ്ട. ഫെസ്റ്റിവൽ അലവൻസ് പെടും. പിന്നെ ഇത് ലീവ് സാലറി റിസീവ്ഡ് പെടും കേട്ടോ. ലീവ് സാലറി റിസീവ്ഡ് പെടും, ബട്ട് അഡ്വാൻസും എരിയറും പെടില്ല. ഇവിടെ എരിയർ ഉണ്ട്, എരിയർ എടുക്കാൻ പാടില്ല, ബട്ട് ലീവ് സാലറി റിസീവ്ഡ് എടുക്കണം. ഓക്കെ, സോ ഇത് പ്ലസ് ഇതെല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് അതിൻ്റെ 15% കാണണ്ട, 61,800 കിട്ടും. ഇതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ ഒന്നും തന്നിട്ടില്ല, ബട്ട് എമൗണ്ട് റിക്കവർ ഉണ്ട്. 1000 പെർ മന്ത് ഈച്ച് അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 1000 × 12, സോ 12,000 രമേശിൻ്റെ അടുക്കാൻ അയാൾ വാങ്ങുന്നുണ്ട്. അത് ലെസ് ചെയ്യുക, ബാക്കിയായിരിക്കും നമ്മുടെ ടാക്സബിൾ പോർഷൻ. സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് സുരേഷിന് ഇതെടുക്കണം, CCA എടുക്കണം, ഫെസ്റ്റിവൽ അലവൻസ് എടുക്കണം, അഡ്വാൻസ് സാലറി എടുക്കാൻ പാടില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ മൂന്നെണ്ണം വരും ഇവയാളുടെ സാലറിയിൽ, ആരുടെ? സുരേഷിൻ്റെ. സോ അതിൻ്റെ 15% കാണാം, റിക്കവർ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുക, ബാക്കി എഴുതാം. സോ വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അഡ്വാൻസ് സാലറി എടുക്കണം, എരിയർ ഓഫ് സാലറി ഇതിനകത്ത് എടുക്കണം. RFIൻ്റെ കാൽക്കുലേഷനിൽ ലീവ് സാലറി റിസീവ്ഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് സാലറിൻ്റെ ഗ്രൂപ്പിൽ എടുക്കണം. ഇതൊക്കെ ഓരോ പോയിന്റ് വരുമ്പോൾ ഇവിടെയൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. എക്സാമിന് എല്ലാ കണക്കും ചെയ്ത് നോക്കാൻ ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ ഓരോ എക്സ്ട്രാ പോയിന്റ്സ് വരുമ്പോൾ നോട്ട് ചെയ്യാൻ മറക്കരുത്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 42. മിസ്റ്റർ മോഹൻ ഇസ് എ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓഫ് റോഹൻ ലിമിറ്റഡ്. കമ്പനി പ്രൊവൈഡഡ് ഇൻ ദ സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 ടൈപ്പ് ഓഫ് സാലറി തന്നിട്ടുണ്ട്. 20,000 പെർ മന്ത് ഡ്യൂറിങ് 2020 കലണ്ടർ ഇയറാ പറയുന്നത്. അപ്പം ജനുവരി 1, 2020 മുതൽ 31 ഡിസംബർ 2020 വരെ അവന് 20,000 രൂപ പെർ മന്താണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആൻഡ് കലണ്ടർ ഇയർ 2021, അതായത് ജനുവരി 21 മുതൽ അങ്ങോട്ട് ഹീസ് ഗെറ്റിംഗ് 25,000 പെർ മന്ത്. സോ അത് തന്നിട്ടുണ്ട്. DA തന്നിട്ടുണ്ട്. 30% ഓഫ് സാലറി ഫുള്ളായിട്ട് കണ്ടിട്ട് അതിൻ്റെ 50% എടുക്കുക. കൺവെയൻസ് അലവൻസ് ഫുള്ളി സ്പെൻഡ് ഫോർ ദി പർപ്പസ്, അപ്പം നില്ലായിരിക്കും. 4,000 ഉണ്ട്, 4,000 സ്പെൻഡ് ചെയ്തു അതിൻ്റെ പർപ്പസിന് വേണ്ടി, സോ നില്ലായിരിക്കും. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ടാക്സബിൾ ആണ്. റെൻറ്റ് ഫ്രീ ഹൗസ് സ്പെൻഡ് ചെയ്താലും ടാക്സബിൾ ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. റെൻറ്റ് ഫ്രീ ഹൗസ് ഇൻ എ ടൗൺ വേർ പോപ്പുലേഷൻ 12 lakh എന്ന് പറഞ്ഞാൽ ആ 10-ൻ്റെയും 25-ൻ്റെയും നടുക്ക്. സോ നമുക്ക് 10% എന്ന് പറയുന്ന സ്ലാബിലാണ് വരിക. ആൻഡ് ചാർജ് 2,000 പെർ മന്ത് ഫ്രം ഹിസ് സാലറി. സോ അയാളുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ട് 2,000 പെർ മന്ത്. സോ അത് നമ്മൾ ലെസ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കാൽക്കുലേഷൻ ഇനി ഞാൻ പറയില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, ഡ്യൂറിങ് ദ ഇയർ കമ്പനി, അതും എപ്പോഴും ലാസ്റ്റ് ചെയ്യാവോ. RF എഴുതി വെക്കുക, ലാസ്റ്റ് ചെയ്യുക. കമ്പനി പർച്ചേസ് മോട്ടോർ സൈക്കിൾ ഫോർ 40,000 ആൻഡ് രജിസ്റ്റേർഡ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് റോഹൻ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, ദിസ് വൺ ഡ്യൂറിങ് ദ ഇയർ ഇതാണ്. കമ്പനി പർച്ചേസ്ഡ് മോട്ടോർ സൈക്കിൾ 40,000 രജിസ്റ്റേർഡ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് റോഹൻ ഫ്രീ ഓഫ് കോസ്റ്റ്. എടാ, ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ വർഷമാണ്. ആ വർഷം അല്ലേ, 2020-21 ആ വർഷം പർച്ചേസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തപ്പം തന്നെ ആർക്ക് കൊടുത്ത് റോഹന് കൊടുത്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ വർഷം വാങ്ങിച്ച അസറ്റിന് ഈ വർഷം തന്നെ ഡിപ്രിസിയേഷൻ ഉണ്ടാവുമോ? നെക്സ്റ്റ് ഇയർ മുതലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഈ വാല്യൂ കുറയും അല്ലേ. നമ്മളെ കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, എന്തൊരു അസറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ വാല്യൂ കുറയും. സോ നമുക്ക് ഡിപ്രിസിയേഷൻ ഇങ്ങനെ ചാർജ്. ബട്ട് ഈ വാങ്ങിയ ദിവസം തന്നെ നിങ്ങൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമോ? ഇല്ല. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂസ് ഓഫ് മൂവബിൾ അസറ്റ് എന്ന്, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്. ഇവിടെ കമ്പ്യൂട്ടറാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് 50% ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇതും അന്നേരം വാങ്ങിച്ച കമ്പ്യൂട്ടറൊന്നും ആയിരിക്കില്ല. മുമ്പേ വാങ്ങിച്ച കമ്പ്യൂട്ടർ, ഇപ്പം ഞാൻ പണ്ട് വാങ്ങിച്ച കമ്പ്യൂട്ടർ ഞാൻ ഒരാൾക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അതിന് ടാക്സബിൾ ഉണ്ട്. ബട്ട് ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച പൈസ ആയിരിക്കില്ലല്ലോ ടാക്സബിൾ വാല്യൂ. അതിലെന്തെങ്കിലും തേയ്മാനം ഉണ്ടോ? അപ്പം അതിനുവേണ്ടി ഇൻകം ടാക്സ് ഒരു 50% കമ്പ്യൂട്ടർ ആണെങ്കിൽ യു ക്യാൻ അലൗ 50% ഡിപ്രിസിയേഷൻ എടുത്ത് ബാക്കിക്ക് ടാക്സ് അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതേപോലെ മോട്ടോർ കാറാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മോട്ടോർ കാർ വാങ്ങിയ വിലയിൽ ഇത്ര വർഷം ഡിപ്രിസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് ടാക്സ് അടച്ചാൽ മതി. എനി അതർ അസറ്റ് ആണെങ്കിൽ 10% സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. സോ ഇതാണ് നമ്മൾ പഠിച്ച റൂൾ. ഇത് മുന്നേ വാങ്ങിയ അസറ്റ് ആയിരിക്കുമല്ലോ. ഇപ്പം ഞാൻ ഇവിടെ പറയുന്നത് ഇന്ന് വാങ്ങിയ ബൈക്കിൻ്റെ കാര്യം. ഇന്ന് വാങ്ങിയ ബൈക്ക് ഇന്ന് തന്നെ അയാൾക്ക് കൊടുക്കുമ്പം
40,000 തന്നെയല്ലേ ടാക്സബിൾ വാല്യൂ, ഇതിൽ ഡിപ്രിസിയേഷൻ വേണോ വേണ്ട. ആ റീസണിലാണ് ഇവിടെ 40,000 എഴുതിയിരിക്കുന്നത്. ആസ് പെർ റൂൾ ആണെങ്കിൽ ഇതിൽ നമ്മൾ 10% ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. അടുത്ത വർഷമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ 10% ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. ബട്ട് ഇതിപ്പം വാങ്ങി ഇപ്പം തന്നെ കൊടുത്തുകൊണ്ടാണ് ഫുള്ളി ടാക്സബിൾ ആയിട്ട് 40,000 ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ ഇതാണ്. ബട്ട് ഇത് പുതിയ അസെറ്റാണ്, അതുകൊണ്ടാണ് അതവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. 10 വർഷം യൂസ് ചെയ്തിട്ട് കൊടുത്തതാണെങ്കിൽ ടാക്സബിൾ ഇല്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, മെഡിക്കൽ എക്സ്പെൻസ് ഓഫ് മിസ്റ്റർ റോഹൻ ഇൻകേർഡ് ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ 49,000 were reimbursed by the company. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിന് ഒരു എക്സംഷനും ഇല്ല, ഫുള്ളി ടാക്സബിൾ ആണ്. 49,000 ഫുള്ളി ടാക്സബിൾ. കമ്പനി പ്രൊവൈഡഡ് ഹിം ഫ്രീ ടിക്കറ്റ് ഫോർ എ ക്രിക്കറ്റ് മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ. ദ കോസ്റ്റ് ഓഫ് ടിക്കറ്റ് 10,000. കൊടുത്ത് ഫെസിലിറ്റിയാണ്, ബെനിഫിറ്റാണ്, പെർക്യൂസിറ്റാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ പോക്കറ്റിൽ നിന്ന് 10,000 എടുത്തിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. സോ ദിസ് വൺ taxable. Then salary becomes due on the first of the next month. Compute the taxable salary during the year. Mr. Rohan paid employment tax 1,500. So employment tax എഴുതാനും അറിയാം. ഞാനിവിടെ സാലറിൻ്റെ കാൽക്കുലേഷനും പറഞ്ഞുതരാം. RFൻ്റെ സമയത്ത് അത് കുഴപ്പമുണ്ടാവില്ല. എനിവേ ഞാൻ ആ ഒരു സാലറിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ പറയാം. ഓക്കെ, ഇനി ഇതിൽ സാലറിൻ്റെ കാൽക്കുലേഷൻ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഇത്ര വലിയ എളുപ്പമല്ല സാലറി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ലാണ്ട് സ്കിപ്പ് ചെയ്ത് പോകണ്ട. സാലറി ബിക്കം ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത്. അതെന്താ അതിൻ്റെ മീനിങ് എന്താ? ഫസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, ജനുവരിയിലെ സാലറി. സ്വതവേ ജനുവരിയിലെ സാലറി ജനുവരി ലാസ്റ്റ് 31 ഡ്യൂ ആവും. പക്ഷേ ഇതിവിടെ പറയുന്നത് ജനുവരിയിലെ സാലറി നിങ്ങൾക്ക് ഫെബ്രുവരിയിലാണ് കിട്ടുക. ഫെബ്രുവരിയിലെ സാലറി നിങ്ങൾക്ക് എപ്പോൾ കിട്ടുക പോലും? മാർച്ച് 1. മാർച്ചിലെ സാലറി നിങ്ങൾക്ക് എപ്പോൾ കിട്ടുക? ഏപ്രിൽ 1. ഏപ്രിലിലെ സാലറി എപ്പോഴാണ് കിട്ടുക? മെയ് 1. ഇതാണ് ഇവിടെ തന്ന ഇതിൻ്റെ മീനിങ്. സാലറി ബിക്കം ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ് മന്തിൽ 1-ാം തീയതിയാണ് അതിൻ്റെ തൊട്ട് മുന്നേയുള്ള മാസത്തെ സാലറി കിട്ടുക. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കിവിടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ജനുവരി, അതായത് 2020 20,000 പെർ മന്താണ്. 2021 കലണ്ടർ ഇയർ ആണ്. സോ ജാൻ ടു ഡിസംബർ ആണ്. 25,000 പെർ മന്താണ് നമ്മുടെ സാലറി. ചെയ്യുന്ന നോക്കുക. എനിക്കിവിടെ വേണ്ടത് 1 ഏപ്രിൽ 20 to 31 മാർച്ച് 21. ഇത്രയും സാലറി എനിക്ക് വേണം. നോക്ക്, ഏപ്രിലെ സാലറി എപ്പോൾ കിട്ടുക? മെയ്. ഓക്കെ, മെയ്യിലെ സാലറി എപ്പോഴാണ് കിട്ടുക? ജൂൺ. ജൂണിലെ സാലറി എപ്പോഴാണ് കിട്ടുക? ജൂലൈ. ജൂലൈയിലെ സാലറി എപ്പോഴാണ് കിട്ടുക? ഓഗസ്റ്റ്. അങ്ങനെ വരുവാണെങ്കിൽ ഡിസംബറിലെ സാലറി, അതായത് ഡിസംബർ 2020 സാലറി എപ്പോൾ കിട്ടിയിട്ടുണ്ടാവും? ജനുവരിയിലാണ് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, മാർച്ചിലെ സാലറി ആയിരിക്കും ഏപ്രിലിൽ കിട്ടിയിട്ടുണ്ടാവുക. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പം നമുക്ക് സ്വതവേ കിട്ടുക എങ്ങനെയാണ്? ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 9 മാസമല്ലേ. ഇവിടെ ഒന്ന് ആഡ് ചെയ്തിട്ട് 10 മാസം ഉണ്ട്. ഇവിടെ ഡ്യൂ ഫസ്റ്റാന്ന് പറഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 10 ഉണ്ടാവും. ബിക്കോസ് നമുക്ക് ഓരോ മാസത്തെ ഇങ്ങോട്ടാണ് കിട്ടുക. അത് നിങ്ങൾ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു നോക്കിക്കോ. അപ്പോൾ 2020 20,000 എന്ന് പറയുന്ന റേറ്റ് മാർച്ചിലത് ഏപ്രിലിലെ മെയില് ജൂണിലെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലെ ഡിസംബറിലെ സാലറി ജനുവരിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടിയത്? 20,000. സോ എത്ര പ്രാവശ്യം കിട്ടിയെന്ന്? 1 2 3 4 5 6 7 8 9 10 2 3 4 5 6 7 10. സോ ഇവിടെ 10 × 20,000 എന്നാണ് വരിക. പ്ലസ് ഇനി നമ്മളിപ്പം ഡിസംബറിലെ സാലറി ജനുവരിയിൽ കിട്ടിയെന്ന് പറഞ്ഞു. ഇനി ബാക്കി ഇവിടെ തീർന്ന്. ഇനി ഇത് ജനുവരിയിലെ സാലറിയാണ്. അപ്പോൾ ജനുവരി മുതൽ 25 ആണ്. ജനുവരിയിലെ സാലറി എപ്പോൾ കിട്ടിയിട്ടുണ്ടാവും? ഫെബ്രുവരിയിലെ സാലറി എപ്പോൾ കിട്ടിയിട്ടുണ്ടാവും? മാർച്ചിലെ സാലറി എപ്പോൾ കിട്ടിയിട്ടുണ്ടാവും? ഏപ്രിൽ നിങ്ങളെ പീരീഡ് ആണോ?
അല്ല, നമുക്ക് ഇടം വരെയേ വേണ്ടു, മാർച്ച് വരെ. അപ്പം 25,000 കിട്ടിയത് എത്ര എണ്ണം? 2. സോ 2 × 25,000 എന്ന് വരും. സോ ഇങ്ങനെ വേണം സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇവിടെ സാലറി കിട്ടിയിരിക്കുന്നത്. ഓൺലി ബിക്കോസ് ഇവിടെ ഇങ്ങനെ ഒരു ഡേറ്റ് തന്നോണ്ട്, ഫസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത്. ഇതൊന്നും പറയുന്നില്ലെങ്കിൽ അർത്ഥം എന്താ? ജനുവരി 1 സാലറി ജനുവരി 31 തന്നെ കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം ഒന്നുമില്ല, നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എണ്ണിയാൽ മതി. ബട്ട് ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് ദ നെക്സ്റ്റ് മന്ത് എന്ന് തന്നതുകൊണ്ടാണ് കാൽക്കുലേഷൻ ഇങ്ങനെ വരുന്നത്. സോ ഇവിടെ കാണാം 25,000. RFൻ്റെ ടൈമിലത് ഞാൻ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ പോരെ. എന്തൊക്കെ വരും? ഇത് വരും, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് വരും. ഓക്കെ, വേറൊന്നും വരില്ല. ഇത് 2 ഉള്ളൂ. പിന്നെ മോട്ടോർ സൈക്കിൾ പെർക്വിസിറ്റ്സ് ആണ്, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് പെർക്വിസിറ്റ്സ് ആണ്, കോസ്റ്റ് ഓഫ് ടിക്കറ്റ് പെർക്വിസിറ്റ്സ് ആണ്. സോ ഇത് 2 എണ്ണം വരും. എനിക്ക് തോന്നുന്നു ഇത് 2 ആഡ് ചെയ്താൽ 2,62,000 കിട്ടും. 10% കാണാം, ലെസ് റിക്കവർ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള പോയിന്റ് ഇത് മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത് എന്ന് തരുവാണെങ്കിൽ ഇങ്ങനെ. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 43. മിസ്റ്റർ അലക്സ് ജോയിൻഡ് എ കമ്പനി ഇൻ ഡൽഹി ഓൺ 1st. ഓക്കെ, ഇതാ ഡേറ്റ് മാറിയിട്ടുണ്ട്. ജോയിൻ ചെയ്ത ഡേറ്റ് സ്വതവേ ഒന്നും പറയലില്ല. അപ്പം നമ്മൾ ഫുൾ ഇയർ എടുക്കും. 1/4/2020 മുതൽ 31/3. ബട്ട് ഇവിടെ സ്റ്റാർട്ടിങ് ഡേറ്റ് 1/6/20 ആണ് കേട്ടല്ലോ. സോ ഇവിടെ ചേഞ്ച് വരും. എല്ലാത്തിൻ്റെ കാൽക്കുലേഷനിലും ജസ്റ്റ് ഇൻറ്റു 12 എന്ന് എഴുതാൻ പറ്റൂല. ഇവിടെ 12 ഇല്ല, ഇവിടെ ജൂൺ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 10 മാസത്തേക്കേ ഉണ്ടാവുള്ളൂ. സോ ബേസിക് പേ മന്ത്ലി ആണ് തന്നെ. ഈസ് മന്ത്ലി ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ മന്ത്ലി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. മന്ത്ലി ഇൻവോൾവ്മെൻറ്റ് ₹25,000. സോ 25,000 × 12 അല്ല എടുക്കേണ്ടത്, 25,000 × 10 ആണ് എടുക്കേണ്ടത്. ബിക്കോസ് സ്റ്റാർട്ടിങ് ഡേറ്റിൽ മാറ്റേണ്ടത്. ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. DA അതേപോലെ തന്നെ × 10, ബോണസും അതേപോലെ തന്നെ × 10. എല്ലാം മന്ത്ലിയാണ് തന്നത്. പെർക്വിസിറ്റ്സ് തന്നിട്ടുണ്ട്, ഫർണിഷ്ഡ് അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്, എംപ്ലോയറുടെ സ്വന്തം സ്ഥലം. അപ്പം പോപ്പുലേഷൻ നോക്കണം. ഡൽഹിയാണ്. സോ പോപ്പുലേഷൻ 25 lakhൽ കൂടുതലായിരിക്കും. സോ 15% ഓഫ് ദ സാലറി തന്നെ എടുക്കണം. RFA ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. RFAക്ക് ഒരു സ്ഥലം ഒഴിച്ചു വിടുവാണ് വേണ്ടത്. പിന്നെ ഫർണിച്ചർ ഉണ്ട്. സോ ഫർണിച്ചറിൻ്റെ 10%, ഇതാണ് ഫർണിച്ചറിൻ്റെ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ 10%ഉം കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ എത്ര ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരണം? 10 മന്തിലേക്ക് കൊണ്ടുവരണം. I will show you the calculation of RFA. നിങ്ങൾ തെറ്റിച്ച് വെക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് അത് മാത്രം ഒന്ന് പറയാം. ഇവിടെ RFA എന്ന് പറഞ്ഞാൽ 15% ഓഫ് സാലറിയാണ്, ബിക്കോസ് പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട്. ഇവിടെ സാലറി എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം ഇതൊക്കെ 10 മന്തിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ സാലറി എടുക്കും. സാലറി ഇൻക്ലൂഡ്സ് എല്ലാം ചെയ്തു എന്ന് വിചാരിച്ചോളെ. അപ്പം ബേസിക് പേ വരും. DP എന്നാണോ തന്നത്? ഡിയർനെസ് പേ ആണ് തന്നത്. അപ്പം 1 lakh വരും. ബോണസ് വരും. ഓക്കെ, വേറൊന്നും വരില്ല. ഈ 3 എണ്ണം വരും. സോ ഈ 3 എണ്ണം നിങ്ങളിങ്ങനെ എടുത്ത് ഈ 3 എണ്ണം ആഡ് ചെയ്താൽ എത്ര കിട്ടാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ ഫുൾ ചെയ്തിട്ടെ. 25 lakh പ്ലസ് ഈ 3 എണ്ണം, ആ 3 എണ്ണം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 8,50,000 15% കിട്ടും. അതിൻ്റെ 15% കാണാം. എന്നിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? ചില കുട്ടികൾ 10 മാസമല്ലേ, അപ്പോൾ ഇതിൻ്റെ 10 കാണും. ഒരു കാരണവശാലും ചെയ്യരുത്. ഇത് 10 മാസത്തെ സാലറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മളിവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത് 10 മാസത്തെ സാലറീൻ്റെ 15%ആണ് ഞാനിവിടെ കണ്ടത്. നമ്മൾ ആവേശത്തിൽ അറിയാലോ എന്നെല്ലാം വിചാരിച്ച് ഓവറായിട്ട് എന്താക്കൂ, ഇവിടെ ഓൾറെഡി ഇത് 10 മാസത്തേക്ക് കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറി 10 ആക്കി കളയുന്നു. ബിക്കോസ് ഈ 8,50,000 10 മന്തിൻ്റെ ബേസിൽ കണ്ട സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 12 ആണെങ്കിലാണ് റെൻറ്റ് ഫ്രീ ഒക്കെ നമ്മൾ മാറ്റുക. ബട്ട് ഇവിടെയും 10 ആണ്, ബിക്കോസ് ജോയിനിങ് ഡേറ്റിൻ്റെ ബേസിലാണ് ഇത് മാറുന്നത്. എടുത്തിട്ട് നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ 10 കൊണ്ടൊന്നും ഇവിടെ 10 മന്തിലോട്ട് ആക്കാൻ പാടില്ല. ഇത് തന്നിരിക്കുന്നത് 10-ലാണ്. സോ അതിൻ്റെ ജസ്റ്റ് 15% കണ്ടാൽ മതി. ബട്ട് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എടുക്കുമ്പം വാല്യൂ ഓഫ് ദ ഫർണിച്ചർ 3 lakh തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 30,000 അത് കിട്ടിയിട്ടുണ്ടാവുക ഇയർലി ആയിരിക്കും. ഇയർലി ആണ് ഇത്. വാല്യൂ ഓഫ് കോസ്റ്റിൻ്റെ 10%. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 10 മന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് /12 × 10 ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുക അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം വാല്യൂ ഓഫ് ദിസ് വൺ എഴുതാൻ വേണ്ടി കേട്ടോ.
അത് നമ്മൾ 10 മന്തിലോട്ട് കൊണ്ടുവരണം. ബിക്കോസ് അത് കോസ്റ്റ് ഓഫ് ഫേർണിച്ചറാണ് 3 lakh. അതിൻ്റെ 10%. അപ്പോൾ 1 ഇയറിലേക്കാണ് 10% നമ്മൾ കോസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു 10 മന്തിലേക്ക് എത്ര എന്നുള്ള ബേസിലാണ് അവിടെ അത് എടുക്കുന്നത്. സോ ഇത് വീട്ടിൽ നിന്ന് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. മോട്ടോർ കാർ ഓൺഡ് ബൈ ദ കമ്പനി, സ്മോൾ കാർ വിത്ത് ഡ്രൈവർ, പേഴ്സണൽ ആൻഡ് സ്മോൾ ആണ്, ഡ്രൈവറുണ്ട്. അപ്പോൾ 1800 × 12 900 × 12. ഓക്കെ, രണ്ടും ഒരുമിച്ച് ചെയ്താലും കുഴപ്പമില്ല. സ്വീപ്പർ സാലറി പെയ്ഡ് ബൈ ദ കമ്പനി, ഫുള്ളി ടാക്സബിൾ എഴുതണം, നമ്മളെ സ്പെസിഫൈഡ് എംപ്ലോയിൻ്റെ കാറ്റഗറി. വാച്ച്മാൻ്റെ സാലറിയും ഫുള്ളി ടാക്സബിൾ, മന്തിലേക്കാക്കണം. മന്തിലാക്കുമ്പോൾ 10 ആണ് എടുക്കേണ്ടത് ഇവിടെ. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ആണ്, എഡ്യൂക്കേഷൻ അലവൻസ് അല്ല. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഫോർ ചിൽഡ്രൻ, ടു ചിൽഡ്രൻ പ്രൊവൈഡഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. സ്കൂൾ ഈസ് ഓൺഡ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ ദ കമ്പനി. ആനുവൽ കോസ്റ്റ് എമൗണ്ടഡ് ടു ₹10,000 പെർ ചൈൽഡ്. ആദ്യം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സോ ഇതാണ് അവിടെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിൻ്റെ തിയറി പാർട്ട്. ഇതിനെ ഞാൻ ഒന്ന് എഴുതി തരാം. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ആണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി എംപ്ലോയർ അവരുടെ സ്ഥാപനത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ചൈൽഡിന് 1000 പെർ മന്ത് വരെ ഉള്ളുവെങ്കിൽ ഇത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, പെർ ചൈൽഡ് ഡസ് നോട്ട് എക്സീഡ് 1000 പെർ മന്ത്. ഒരു ചൈൽഡിന്, എത്ര ചൈൽഡും ആവാം, ബട്ട് ഒരു ചൈൽഡിന് സ്പെൻഡ് ചെയ്യുന്നത് 1000 പെർ മന്ത് വരെ ആണെങ്കിൽ ടാക്സബിലിറ്റി നില്ലാണ്. ഇനി 1000 കൂടിയാൽ, ഓക്കെ, ഗ്രേറ്റർ ദാൻ 1000 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ എക്സീഡ് എഴുതാം, എക്സീഡ് ₹1000 പെർ മന്ത് പെർ ചൈൽഡ് ആണെങ്കിൽ, സ്വന്തം സ്ഥാപനത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ, എംപ്ലോയറിൻ്റെ സ്വന്തം സ്ഥാപനത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ, അതേപോലത്തെ അവിടെ വേറെ സ്കൂൾസ് അല്ലെങ്കിൽ കോളേജസ് ഉണ്ടാവുമല്ലോ, അവരെത്രയാണ് അതിന് എഡ്യൂക്കേഷന് കോസ്റ്റ് വാങ്ങിക്കുന്നത്, അതിൽ നിന്ന് എമൗണ്ട് എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് വല്ലതും റിക്കവർ ചെയ്തിട്ടുണ്ട് അത് ലെസ് ചെയ്തിട്ട് വേണം ടാക്സബിലിറ്റി കാണാൻ. ഇനി എല്ലാം അതർ ഫാമിലി മെമ്പേഴ്സിനാണ് എംപ്ലോയർ അവരെ സ്വന്തം സ്ഥാപനത്തിൽ കൊടുക്കുന്നതെങ്കിലും സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയാണോ അവരുടെ അടുത്ത് ഫീസ് അല്ലെങ്കിൽ കോസ്റ്റ് പറയുന്നത്, അതിൽ നിന്ന് എംപ്ലോയിൻ്റെ അടുത്ത് നിന്ന് വല്ലത് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ 1000 പെർ മന്ത് പെർ ചൈൽഡിന് എക്സംഷൻ കിട്ടും. ബാക്കി അല്ല, അതിൽ കൂടുതലാണെങ്കിൽ സിമിലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയാണോ ഫീസ് ചാർജ് ചെയ്യുന്നത് അത് ടാക്സബിൾ ആയിരിക്കും. അതിൽ എംപ്ലോയി എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. 2 ചിൽഡ്രൻ ഉണ്ട്. സോ അയാൾക്ക് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു വർഷം 10,000 പെർ ചൈൽഡാണ് കമ്പനി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, 1000 പെർ മന്ത് വരെ ഒരു കുട്ടിക്ക് എക്സംഷൻ കിട്ടും. അപ്പം 12 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 12,000 രൂപ ഇയർലി ഒരു കുട്ടീൻ്റെ മേലെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റിക്ക് പ്രൊവൈഡ് ചെയ്താൽ ടാക്സബിൾ അല്ല. ഇവിടെ ഇയാൾ എത്രയേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ഒരു കുട്ടീൻ്റെ മേലെ 10,000 പെർ ചൈൽഡേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ആസ് പെർ റൂൾ എത്ര വരെ നമുക്ക് എക്സംഷൻ ഉണ്ട്, ഒരു കുട്ടിക്ക് ഒരു മാസം 1000 രൂപ വരെ നമുക്ക് എക്സംഷൻ. അപ്പോൾ അതിന് ഇയറിലോട്ട് കൺവേർട്ട് ചെയ്താൽ എത്ര, 12,000 വരെ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇവിടെ അയാൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ, 10,000 കൊടുത്തിട്ടുള്ളൂ പെർ ചൈൽഡിന്. സോ അതുകൊണ്ടാണ് ഇവിടെ നില്ലെന്ന് എഴുതിയിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി. ഇതിൽ കൂടുകയാണെങ്കിൽ സിമിലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചാർജ് ചെയ്യുന്ന ഫീസ് അയാളുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യും. അടുത്തത് ഇൻട്രസ്റ്റ് ഫ്രീ ഹൗസിംഗ് ലോൺ 5 lakh റീപേബിൾ വിത്തിൻ 7 years ഗിവൺ ഓൺ ഈ ഡേറ്റ്. നോ റീപേയ്മെൻറ്റ് വാസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. SBI ഇൻട്രസ്റ്റ് റേറ്റ് 10%. നമ്മൾ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇവിടെ അതിൻ്റെ കാൽക്കുലേഷൻ നേരത്തെ പറയണ്ടോ എന്ന് സംശയിച്ചതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഫ്രീ ലോണ് കൊടുത്തു, ഹൗസിംഗ് ലോൺ കൊടുത്തു 5 ലക്ഷം രൂപയുടെ. സോ ഇവിടെ നിങ്ങൾ എഴുതുക, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എമൗണ്ട് 5 lakh. 7 ഇയറിലേക്കാണ് കൊടുത്തിരിക്കുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. കൊടുത്തിരിക്കുന്ന ഡേറ്റ് നമ്മളെ അസസ്മെൻറ്റ് ഇയറിൽ നമ്മളെ പ്രീവിയസ് ഇയറിൽ പെടുന്ന ഡേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന് ശരിക്കും ഇതിന് ഇൻട്രസ്റ്റ് നമ്മളിപ്പോൾ ഈ എംപ്ലോയി ആരെയാണ്, നമ്മൾ അലക്സ് ഈ ഒരു എമൗണ്ട് പുറത്തുനിന്ന് ബാങ്കിൽ നിന്നാണ് ഹൗസിംഗ് ലോൺ എടുത്തതെങ്കിൽ
അയാൾ 10% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണമായിരുന്നു. SBIൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര? 10%. ബട്ട് ഇയാൾ എങ്ങനെയാണ് കൊടുത്തത്? ഇൻട്രസ്റ്റ് ഫ്രീ ഹൗസിംഗ് ലോണാണ് നമ്മുടെ കമ്പനി ഇയാൾക്ക് കൊടുത്തത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണ്ട? ഇത് അടക്കണ്ട. അതായത് ഇയാൾ വർഷത്തിൽ 5 ലക്ഷത്തിൻ്റെ 10%, ദാറ്റ് ഈസ് 50,000 വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യണം? ലോണിൻ്റെ എമൗണ്ട് അടക്കണം. ബട്ട് ഇവിടെ എന്ത് അടക്കണ്ട? അയാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പലിശരഹിത ലോണാണ്. അതുകൊണ്ട് എന്ത് അടക്കണ്ട? ഇത് അടക്കണ്ട. സോ ഇത് അയാൾക്കൊരു ബെനിഫിറ്റ് ആണ് അല്ലേ? ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എല്ലാ മാസവും ബാങ്കിൽ നിന്ന് എടുത്തെങ്കിൽ ഇൻട്രസ്റ്റ് കൊണ്ട് അടക്കണം, പലിശ അടക്കണം. ബട്ട് ഇവിടെ പലിശ അടക്കണ്ട. സോ ഇതാണ് ഇവിടുത്തെ ബെനിഫിറ്റ്. സോ ഇതാണ് ഇവിടെ ടാക്സബിൾ എന്ന് പറയുന്ന പർവ്യൂവിൽ വരുന്ന സാധനം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ് എന്താണ് ഇവിടെ ടാക്സബിൾ. എന്തുകൊണ്ടാണ് ഈ 5 ലക്ഷത്തിന് ടാക്സ് കൊടുക്കാത്തത്? ഇത് വെറുതെ കൊടുത്തിയാ അലക്സിന് എംപ്ലോയർ ലോണായിട്ടാണ് കൊടുത്തത്. ഈ 5 ലക്ഷം അലക്സ് തിരിച്ച് കമ്പനിക്ക് കൊടുക്കണം. എത്ര വർഷത്തേക്കാണ് കൊടുത്തത്? 7 വർഷം കൊണ്ട് റീപേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ 5 ലക്ഷം കൊടുത്തത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ബെനിഫിറ്റ്, ഇറ്റ് ഈസ് എ ലോൺ. ദിസ് അലക്സ് എന്ത് ചെയ്യണം? ഇത് റീപേ ചെയ്യണം. സോ അവിടെ ബെനിഫിറ്റ് ഒന്നുമില്ല. ബട്ട് ബെനിഫിറ്റ് ഉണ്ട് ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ. പുറത്തുനിന്നാണ് ഈ ലോൺ എടുത്തതെങ്കിൽ 10% വെച്ചിട്ട് ഇയാൾ പലിശ അടക്കണം എല്ലാ വർഷവും 50,000. ബട്ട് ഇവിടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നു? പലിശ വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ബെനിഫിറ്റ്. സോ ടാക്സിൽ സാലറി ഹെഡിൽ ചാർജ് ചെയ്യേണ്ട ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് എന്നുള്ള പോയിൻ്റാണ് ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഇനി ഇവിടുത്തെ കാൽക്കുലേഷൻ കാണിച്ചു തരാം. ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഫുൾ ഇയർ ഇല്ല. ഇവിടെ 1/4/2020 തുടങ്ങിയത് എപ്പോൾ? ഒക്ടോബറിൽ. അപ്പം ഈ വർഷം എന്ന് പറയുന്നത് ലോണിൻ്റെ കാര്യത്തിൽ ഈ വർഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 10 മാസമാണ് ഉള്ളത്. സോ ഈ 10 മാസത്തേക്ക് മാത്രമേ ഈ പ്രീവിയസ് ഇയറിൽ ഇയാൾ എന്ത് കൊടുക്കണ്ടോ? ഇൻട്രസ്റ്റ് കൊടുക്കണ്ടോ? അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 5 ലക്ഷത്തിൻ്റെ 10% എത്ര മാസത്തേക്ക്? 10 മാസത്തേക്ക്. ഇത് എത്ര കിട്ടുക? 25,000 തോന്നുന്നു കിട്ടുക. സോ ഇതാണ് ഇവിടെ അയാൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്ന എമൗണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. പുറത്താണെങ്കിൽ ഇത് കൊടുക്കണം. ബട്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. സോ ഈ 25,000 ആണ് ടാക്സബിലിറ്റിയിൽ വരിക. പിന്നെ ലോണിൻ്റെ എമൗണ്ട് 20,000 വരെ ആണെങ്കിൽ എന്ത് കൊടുക്കണ്ട? ടാക്സ് ഇൻട്രസ്റ്റിനും ടാക്സ് കൊടുക്കണ്ട. ബട്ട് ഇവിടെ ലോണിൻ്റെ എമൗണ്ട് എക്സീഡ് 20,000 റുപ്പീസ്. സോ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ടാക്സബിൾ ആക്കണം. അങ്ങനെയാണ് ഇവിടെ 2,500 കിട്ടിയിരിക്കുന്നത്. ഇനി അതേപോലെ വേറെന്തോ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ ഫോർ ദ പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് 50,000. അതും ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 1/1/2021. 50,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. നോ റീപേയ്മെൻറ്റ് വാസ് മെയ്ഡ്. ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. തിരിച്ചടച്ചിട്ടുണ്ട് അത്രയും പൈസ കുറച്ചിട്ടല്ലേ പലിശ കൊടുക്കണ്ടു. SBIൻ്റെ റേറ്റ് 14% ആണ്. സോ ഇയാൾ ഇത് തരണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് അയാളെ ബെനിഫിറ്റ്. സോ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 50,000ൻ്റെ 14% കാണാം. ഇവിടെ ജനുവരി ഇല്ല കൊടുത്ത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. സോ 3/12 ചെയ്യുക. യു വിൽ ഗെറ്റ് 17,50. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന 17,50 ആണ് ഇവിടെ ടാക്സബിൾ. ഇവിടെയും ലോണിൻ്റെ എമൗണ്ട് 20,000 കടന്നുകൊണ്ടാണ് ഈ കാൽക്കുലേഷൻ ചെയ്തത്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇനി ലോൺ എമൗണ്ട് 20,000 കടന്നത് ഏതെങ്കിലും ഒരു ഡിസീസ് CBDT സ്പെസിഫൈ ചെയ്യുന്ന ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെയും എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ഇവണ്ടോ ലോൺ എമൗണ്ട് എന്ത് കടന്നാലും 20,000 കടന്നാലും ഇവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത് ഹൗസിന് വേണ്ടിയിട്ടുള്ള ലോണാണ്, ഇത് കമ്പ്യൂട്ടർ വാങ്ങാനുള്ള ലോണാണ്. നെക്സ്റ്റ് പോയിന്റ് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ക്ലബ്. ഓക്കെ, നമ്മളിതൊരു പറഞ്ഞിട്ടില്ല ഈ പോയിന്റ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ല എന്നാണ് തോന്നുന്നു. ആണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. പുതിയ പോയിൻ്റാണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 43 വരുന്ന പുതിയ പോയിൻ്റാണ് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ക്ലബ്. ഇനീഷ്യൽ ഫീ 1 lakh വാസ് പെയ്ഡ് ബൈ ദ കമ്പനി. ആ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഇനീഷ്യൽ ഫീ ആയ 1 ലക്ഷം കമ്പനി പേ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ അലക്സ് പെയ്ഡ് ദ ബിൽ ഫോർ യൂസിങ് ദ ക്ലബ് ഫെസിലിറ്റി. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രദ്ധിച്ചോ, കോർപ്പറേറ്റ് ക്ലബ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള കേസസ്. ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്ലബ് എക്സ്പെൻഡിച്ചർ എങ്കിൽ ഒന്നും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ക്ലബ് എക്സ്പെൻഡിച്ചർ ക്ലബിൻ്റെ ഫുള്ളി ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ നോ ടാക്സബിലിറ്റി.
Okay, where health club, sports and similar facilities are provided uniformly to all എല്ലാ എംപ്ലോയീസിനും ഒരേപോലെയുള്ള എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ആണ് എംപ്ലോയർ കൊടുത്തതെങ്കിൽ ഹെൽത്ത് ക്ലബ്, സ്പോർട്സ് ആൻഡ് സിമിലർ ഫെസിലിറ്റി പ്രൊവൈഡ് യൂണിഫോംലി, എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തെങ്കിലും ടാക്സ് വേണ്ട. അടുത്തത്, when the employer has obtained corporate membership of the club, ക്ലബിൻ്റെ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുക്കുന്നു, ആൻഡ് ദ ഫെസിലിറ്റി എൻജോയ്ഡ് ബൈ ദി എംപ്ലോയി ഓർ മെമ്പർ ഓഫ് ഹിസ് ഹൗസ് ഹോൾഡ്. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലെ കേസ്. എംപ്ലോയർ ഒരു കോർപ്പറേറ്റ് ക്ലബിൽ കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുക്കുന്നു, അതിലുള്ള ഫെസിലിറ്റി എൻജോയ് ചെയ്തിരിക്കുന്നത് എംപ്ലോയി അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഹൗസ് ഹോൾഡ് ആണെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. Amount incurred by the employer for such facility shall be taxable perquisites in the hands of employee. ആ ഫെസിലിറ്റിക്ക് വേണ്ടി എംപ്ലോയർ ചെലവാക്കിയ പൈസ, എംപ്ലോയർ ചെലവാക്കിയ പൈസ ടാക്സബിൾ ആണ്. പക്ഷേ ഇനീഷ്യൽ ഫീ പെയ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എന്തല്ല, ടാക്സബിൾ അല്ല. കോർപ്പറേറ്റ്, ഇവിടെ ഓർമ്മിക്കേണ്ടത് കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ക്ലബിന് ഇനീഷ്യൽ പേ ചെയ്ത ഫീസ് ടാക്സബിൾ അല്ല. ആര് പേ ചെയ്ത ഫീസ്? കമ്പനി പേ ചെയ്ത, അല്ല എംപ്ലോയർ പേ ചെയ്ത ഇനീഷ്യൽ ഫീസ് ടാക്സബിൾ അല്ല. അല്ലാണ്ട് പിന്നെ വരുന്ന എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടി കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എടുത്ത ക്ലബ്ബ് ഫെസിലിറ്റിയിൽ വേറെ എന്തെങ്കിലും ഒരു എമൗണ്ട് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഓക്കെ, ബാക്കി പറയുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളതെല്ലാം പറയാൻ നിന്നാൽ അറിയാലോ, ഒരുപാടുണ്ട്. സോ അത് വന്നതുകൊണ്ട് ആ ഒരു പോയിന്റ് പഠിച്ചു. സോ കോർപ്പറേറ്റ് മെമ്പർഷിപ്പിൽ ഇനീഷ്യൽ ഫീസ് എന്തെല്ലാമെന്ന് പഠിച്ചു, ടാക്സബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ നില്ലെന്ന് കൊടുത്തത്. ഓക്കെ, ഇനി വല്ല ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ അതിനുള്ള പൈസ എന്താണ് ഇവിടെ ടാക്സബിൾ ആണ്. സോ ഓർമ്മിക്കുക, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. പിന്നെ ഇവിടെ പ്രൊഫഷണൽ ടാക്സ് 2500, ഇൻകം ടാക്സ് ഡിഡക്ഷൻ കിട്ടൂല, ഇത് ഡിഡക്ഷൻ കിട്ടും, അത്രയേ ഉള്ളൂ.